والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. صدق الله العلي العظيم. قل إن كنتم تحبون الله فاتبعوني يحببكم الله. ഏറ്റവും ബഹുമാനവും ആദരവുമുള്ള ഉസ്താദന്മാരെ, പണ്ഡിതന്മാരെ, കാരണവന്മാരെ, രക്ഷിതാക്കളെ, സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഈ മജ്ലിസിൻ്റെ ബർക്കത്ത് കൊണ്ട് ചെറുതും വലുതുമായ ദോഷങ്ങൾ നമുക്ക് അല്ലാഹു അവൻ്റെ മഹദ് പോലുകൊണ്ട് മാപ്പ് ചെയ്തു തന്ന് അവൻ്റെ ഇഷ്ടദാസന്മാരിൽ അല്ലാഹു നമ്മയൊക്കെ ചേർക്കട്ടെ. ധാരാളം ആളുകൾ, രോഗികളായ ആളുകൾ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമ്മിലും നമ്മുടെ കുടുംബത്തിലൊക്കെ ഉണ്ട്. അല്ലാഹു മജ്ലിസിൻ്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു രോഗശിഫ നൽകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ, അവിടുത്തെ കീർത്തനകൾ, അതൊക്കെ നടക്കുന്ന ഒരു മജ്ലിസാണ്. ഇതിൻ്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു പൂർണ്ണ ശിഫാവും ആഫിയത്തും ആരോഗ്യവും അല്ലാഹു ഞങ്ങൾക്കെല്ലാം നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. നമ്മുടെ കുടുംബത്തിലെ രോഗികൾക്ക് നീ ശിഫ നൽകണം റഹ്മാനെ. എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണം റഹ്മാനെ. മരിക്കുന്ന സമയം ഈമാൻ സലാമത്തായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ച് മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെല്ലാം നീ ചേർക്കണം അല്ലാഹ്. മരണപ്പെട്ട ഞങ്ങളുടെ മാതാപിതാക്കൾക്ക്, ഉസ്താദുമാർക്ക് നീ മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ. മഹാനായ ശൈഖുന ആലിക്കുട്ടി ഉസ്താദ് ഞങ്ങളോട് വിട പറഞ്ഞു. മഹാനവറുകളെ ദറജ നീ ഉയർത്തണം അല്ലാഹ്. ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങൾക്കും അവർക്കും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരു ഹളറത്തിലെത്തി അവിടുത്തെ കൂടെ സ്വർഗ്ഗപ്രവേശനം നൽകി അനുഗ്രഹിക്കണം അല്ലാഹ് ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ദീർഘമായി സംസാരിക്കാൻ പറ്റിയ സമയമല്ല. ദുആക്ക് വേണ്ടിയാണ് നമ്മളൊക്കെ ഇവിടെ പ്രതീക്ഷിക്കുന്നത്. എന്തുകൊണ്ടും ഇജാബത്ത് കിട്ടാൻ ഉതകുന്ന ധാരാളം അമലുകൾ ഈ മജ്ലിസിൽ നടക്കുന്നത് കൊണ്ട് തന്നെ നമ്മളൊക്കെ ധാരാളം തെറ്റുകുറ്റങ്ങളെ മുഴുകുന്നവരാണെങ്കിൽ പോലും അല്ലാഹു ഈ മജ്ലിസിൻ്റെ ബർക്കത്ത് കൊണ്ട് കിട്ടുന്ന പ്രാർത്ഥനയുടെ ഇജാബത്ത്, അതാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. അതിനാവശ്യമായ അമലുകളാണ് ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത്. അല്പസമയം മഹാനായ കോയക്കുട്ടി ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ് നമുക്കൊക്കെ അറിയാം. എൻ്റെയും ഞാനടക്കമുള്ള ധാരാളം ഫൈസിമാരുടെയൊക്കെ ഗുരുനാഥനാണ്. അവിടുത്തെ ഇൽമ അനുഭവിക്കാൻ അല്പമെങ്കിലും അവസരം കിട്ടിയ ആളുകൾ എന്ന നിലക്ക് അവിടുത്തോട് ചില കടപ്പാടുകളൊക്കെ അവിടുത്തെ ശിഷ്യന്മാരായ ആളുകൾക്കുണ്ട്. ദുനിയാവിൽ അവർക്ക് ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ അമൽ, സൗഭാഗ്യം, 3 കാര്യങ്ങൾ ദുനിയാവിൽ വെച്ച് ഉണ്ടാക്കി പോകുക എന്നുള്ളതാണ്. ഒന്ന് സദഖ, നാളേക്ക് ഉപകാരപ്പെടുന്ന സദഖകൾ. നമ്മുടെ മുൻഗാമികളായ ആളുകൾ പഴയ കാലത്ത് നമ്മുടെ വീടുകളിലുള്ള തെങ്ങുകൾ വഖഫ് ചെയ്യും. അതിൻ്റെ വരുമാനം, അതിൽ നിന്ന് കിട്ടുന്ന തേങ്ങ പള്ളി, മദ്രസ അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് കൊടുക്കും. ധാരാളം സ്ഥലങ്ങൾ പ്രത്യേകം അടയാളപ്പെടുത്തിയതായി ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. അതൊരു ജാരിയായ സദഖ എന്ന നിലയ്ക്ക് കൊടുക്കുന്നതാണ്. എപ്പോഴും മനുഷ്യർക്കും ജീവികൾക്കും കുടിക്കാനും ഉപയോഗിക്കാനും ആവശ്യമായ വെള്ളത്തിന് വേണ്ടി കിണർ കുഴിച്ചു വെക്കുന്ന ആളുകളാണ്. ഏറ്റവും ചുരുങ്ങിയത് വീട്ടിൻ്റെ പുറത്ത് ഒരു മതിലിനോട് ചേർന്ന് ആളുകൾക്ക് ദാഹജലത്തിന് ആവശ്യമായ പൈപ്പ് സംവിധാനിക്കുന്ന ആളുകളെ നമുക്ക് കാണാം. ഇതൊക്കെ ഒരു ജാരിയായ സദഖയാണ്. നമ്മുടെ മുൻഗാമികളായ ആളുകൾ പള്ളിക്ക് സ്ഥലം കൊടുത്തിരുന്നത്, മദ്രസക്ക് സ്ഥലം കൊടുത്തിരുന്നത്, ഒരു മനുഷ്യന് നിസ്കരിക്കാൻ ഒരു മുസല്ല വെക്കുന്ന സ്ഥലത്തേക്ക് ആവശ്യമായ സംഭാവന കൊടുക്കുന്നത്, ഇതൊക്കെ നാളേക്ക് ഉപകാരപ്പെടുന്നതാണ്. അതുപോലെ ഇൽമു, വിജ്ഞാനമാണ്. അത് ആ മനുഷ്യന് മാത്രമല്ല,
ജീവിക്കുന്ന തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു ശൃംഖലയെ വാർത്തെടുക്കാൻ കഴിയുന്ന ഇൽമ, അതും ഖബറിൽ ഉപകാരപ്പെടുമെന്ന് ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. വലദുൻ സാലിഹുൻ യദൂ ലഹു, ഒരു മാതാവിന് പിതാവിന് പ്രാർത്ഥിക്കുന്ന ദുആ ചെയ്യുന്ന കുഞ്ഞ്, അവന്റെ മക്കൾ, അതും അവന് നാളെ ഉപകാരപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നും സമ്പാദിച്ച ചില സൗഭാഗ്യവാന്മാരുണ്ടാകും. മഹാനായ ആലിക്കുട്ടി ഉസ്താദിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇതുതന്നെയാണ് നാളെ ആഖിറത്തിലേക്ക് സന്തോഷത്തോടു കൂടെ ഖബറിൽ കിടക്കാൻ ഉതകുന്ന ഒരു അമലായി മഹാനവറുകൾ ചെയ്തു വെച്ചിട്ടുള്ളത്. പിന്നെ രണ്ടാമതായിട്ട് ഒരു മനുഷ്യനുണ്ടാവേണ്ട ഏറ്റവും നല്ലത്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബി വന്ന് ചോദിച്ചു, നബിയെ, നാളെ മീസാനിൽ കനം തൂങ്ങുന്ന ഏറ്റവും നല്ലൊരു അമൽ എനിക്ക് അറിയിച്ചു തരണം, പറഞ്ഞു തരണം. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഹുസ്നുൽ ഖുൽഖ്, സൽസ്വഭാവമാണ്. അദ്ദേഹം ഒന്നിങ്ങനെ മാറി, വലതു ഭാഗത്തുള്ള ഇടതു ഭാഗത്ത് നിന്നിട്ട് വേറെ ആൾ ചോദിച്ചു, നബിയെ, എനിക്കൊരു കാര്യം പറഞ്ഞു തരണം, എന്താണത്? ഏറ്റവും സ്വർഗത്തിലെത്താൻ പറ്റുന്ന ഏറ്റവും നല്ല അമൽ. അപ്പോഴും പറഞ്ഞു ഹുസ്നുൽ ഖുൽഖ്, ഹബീബായ മുഹമ്മദ് മുസ്തഫ. മൂന്നാമതും ഇയാൾ തിരിച്ചു മുമ്പിൽ വന്നിട്ട് വീണ്ടും ചോദിച്ചു. അപ്പോൾ മനസ്സിലായി നബിക്ക് ഇത് ഇയാൾ തന്നെയാണ്. സ്വാഭാവികമായിട്ട് നമുക്കൊക്കെ ഉണ്ടാവുക, ഒരാളൊരു ചോദ്യം ചോദിക്കുന്നു, മറുപടി പറയണത്, വീണ്ടും ചോദിക്കണത്, വീണ്ടും മറുപടി പറയണത്, മൂന്നാമത് ചോദിക്കാൻ എന്തായിക്കാരം പ്രതികരണം? അതായിരുന്നു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുണ്ടായത്. അവസാനത്തെ വാക്കിൽ പറഞ്ഞു, ലാ തഗ്ളബ്, നീ കോപിക്കാതിരിക്കുക, അത് ഹുസ്നുൽ ഖുൽഖാണെന്ന് മുഹമ്മദ് മുസ്തഫ. ദേഷ്യപ്പെടരുത്. ഇത് വല്ലാത്തൊരു അള്ളാഹു പ്രകൃതിയാ നൽകുന്ന ചില സ്വഭാവക്കാരുണ്ട്. അതിൽപ്പെട്ട മഹാനായ ശൈഖുന ഉസ്താദ് ആലിക്കുട്ടി ഉസ്താദ് റളിയല്ലാഹു അൻഹു എന്ത് കോപിച്ചാലും എന്ത് ഗൗരവത്തിൽ പറഞ്ഞാലും അവിടുത്തെ മുമ്പിൽ നിന്ന് ദേഷ്യപ്പെടുന്ന പ്രവർത്തനങ്ങൾ ശിഷ്യന്മാരിൽ നിന്നുണ്ടായാലും അവിടുത്തെ മുഖം മാറുന്ന ജീവിതത്തിൽ ശിഷ്യഗണങ്ങളായി ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ചിലപ്പോ ശിഷ്യന്മാരിൽ നിന്ന് അദ്ഭുതകേടായ സംസാരങ്ങളോ ശബ്ദങ്ങളോ കോലാഹലങ്ങളോ ഉണ്ടായാൽ പുഞ്ചിരിക്കും. ഒരിക്കൽ ഞാൻ കോഴിക്കോട് ഖത്തീബായി നിൽക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു മുതലാളിയുടെ വീട്ടിൽ ഉസ്താദ് പിന്നെ നിക്കാഹിന് വേണ്ടി വന്നു. എൻ്റെ പള്ളിയുടെ തൊട്ട മുമ്പിലാണ് കോഴിക്കോട്. അപ്പൊ നിക്കാഹ് ഉസ്താദാ നിക്കാഹ് ചെയ്യേണ്ടത്. പഴയ മുതലാളിമാരാണ് മാത്രമല്ല, ഈ പുതിയ കാലത്ത് എല്ലാ പേക്കൂത്തുകളുള്ള കാലാണല്ലോ. കല്യാണങ്ങൾ നിക്കാഹ് കഴിഞ്ഞോടുകൂടെ ഒരു 100 മീറ്റർ അപ്പുറത്തുനിന്ന് പടക്കം കൊടുത്തു. ആ ഒരു മാലപ്പടക്കം ഒറ്റ കൊടുക്കലാണ്. പിന്നെ നിക്കാഹ് കഴിഞ്ഞതോടെ ഇങ്ങനെ ശബ്ദം ഇങ്ങനെ വരിക, കുട്ടികളോ. ഞാൻ സ്ഥലമെടുത്തിരിക്കുന്നുണ്ട്. ഉസ്താദൊക്കെ നോക്കി എന്തോ പുഞ്ചിരിച്ചിട്ട് നോക്കിയിട്ട് എന്താപ്പോ. പക്ഷെ മനസ്സിന് മുഖത്തിന് അനിഷ്ടമായ കാര്യമാണ്. പക്ഷെ ആ മുഖത്തത് പ്രകടമായില്ല. ദേഷ്യപ്പെടുക, ഗൗരവത്തിൽ സംസാരിക്കുക, അല്ലെങ്കിൽ മുഖം വിവർണമാവുക. ബഹുമാനപ്പെട്ടവരുടെ മുഖത്ത് നമുക്കത് കാണാൻ കഴിയും. എപ്പോഴും പുഞ്ചിരിക്കുന്ന സംസാരം, വളരെ ലോലമായി മാന്യമായി. ഏതൊരു വലിയ മനുഷ്യന്റെ മുമ്പിൽ ഇരിക്കുകയാണെങ്കിലും ഒരു സാധാരണക്കാരനെ വിദ്യാർത്ഥി കടന്നു ചെന്നാൽ ആ മനുഷ്യനെ അവിടുന്ന് പരിഗണിക്കും. അതാണ് ഉസ്താദിന്റെ പ്രത്യേകത. അല്ലാഹു തആല അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കണം. ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇതൊക്കെ ആ മഹാന്മാരെ പ്രേരിപ്പിച്ചത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന്റെ ജീവിതമാണ്, ആ പ്രവാചകന്റെ സ്വഭാവമാണ്. അല്ലാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് ഖുർആനിൽ അങ്ങനെയല്ലേ പറഞ്ഞത്? ആ ഒരു സ്വഭാവം അനന്തരാവകാശികളായി ലോകത്ത് അന്ത്യനാൾ വരെ പടച്ചറപ്പ് നിയോഗിക്കുന്ന ആലിമ്യങ്ങളിൽ അതാണ് സമസ്തകളുടെ ജമിയത്തുൽ ഉലമായുടെ ഉസ്താദുമാരെ നമുക്ക് എപ്പോഴും കാണുന്നത്. നമ്മുടെ കണ്ണിന്റെ മുമ്പിലൂടെ ജീവിച്ച മഹാനായ കോയക്കുട്ടി ഉസ്താദിന്റെ ആ മർത്തബയിൽ ജീവിച്ച മഹാന്മാരായിരുന്നു ഇവരൊക്കെ. അവരൊക്കെ എന്താണ്, എത്ര വലിയ ഉന്നത സ്ഥാനത്തെത്തിയാലും തവാദു അവർ വിട്ടുകളഞ്ഞിട്ടില്ല. മൻ തവാളഅ റഫഅഹുല്ലാഹ് ഖാല റസൂലുള്ളാഹ്. ഒരാള് നല്ല തവാദു കാണിച്ചാൽ അല്ലാഹു ഉയർത്തുക അഹങ്കാരികളെ. മൻ തകബ്ബറ ഒരാള് കിബിർ കാണിച്ചാൽ അവന്റെ സ്വഭാവം
സ്ഥാനമാനങ്ങളും സമ്പത്തും ആരോഗ്യമൊക്കെ കൂടുന്നതിനനുസരിച്ച് അവന്റെ സ്വഭാവം മാറിയാൽ അള്ളാഹ് അവന് വെക്കേണ്ടടുത്ത് വെക്കുമെന്ന് വിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റഫഅത്താണ്, ആ ഒരു ഉന്നതിയ സ്ഥാനമാണ് അള്ളാഹു മഹാന്മാരായ ഉസ്താദുമാർക്ക് വഫാത്ത് വരെ നൽകിയത്. ആയിരക്കണക്കായ പതിനായിരക്കണക്കായ ആളുകളുടെ പ്രാർത്ഥനകൾ, ആയിരക്കണക്കായ തഹ്ലീലുകൾ, ആയിരക്കണക്കായ ഖത്മുകൾ ഉസ്താദിന്റെ പേരിൽ ഒരാഴ്ച കൊണ്ട് 7 ദിവസം കൊണ്ടോ 3 ദിവസം കൊണ്ടോ കേരളത്തിൽ മാത്രമല്ല ലോകത്തിന്റെ നാനാഭാഗത്തും ഉസ്താദിനെ അറിയുന്ന ഏതൊരു മനുഷ്യനെ ഇവിടെ ഒരുമിച്ച് കൂടുന്നുവോ അവിടെയെല്ലാം ലക്ഷക്കണക്കായ ആളുകളുടെ പ്രാർത്ഥന പടച്ച റബ്ബ് നൽകുന്നുണ്ടെങ്കിൽ അല്ലാഹു തആല അവിടുത്തെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ നമ്മെ പഠിപ്പിച്ചില്ലേ, അല്ലാഹു ഒരാളെ ബഹുമാനിച്ചാൽ, ഒരാളെ ആദരിച്ചാൽ, ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അവന്റെ മാലാഖമാരായ മലക്കുകളോട് അല്ലാഹു പറയും, യാ ജിബ്രീൽ, ഭൂമിയിൽ ഞാൻ ഇന്ന വ്യക്തിയെ, ഇന്ന മനുഷ്യനെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം ആ മനുഷ്യനെ ഇഷ്ടപ്പെടും. അല്ലാഹു പറയും, നിങ്ങൾ അവരെ ഇഷ്ടപ്പെടണം. അപ്പൊ മാലാഖമാരെ വിളിച്ച് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറയും, ഏ മലായികത്തുകളെ, മലക്കുകളെ, ആ മനുഷ്യനെ അല്ലാഹ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാനും ആ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യനെ ഞാനും ഇഷ്ടപ്പെട്ടു പോയി എന്ന് പറയുമ്പോൾ അല്ലാഹു അതിന്റെ അടയാളമായി ലോകത്ത് ഭൂമിയിൽ നൽകുന്നത് ആ മഹാന്മാർക്ക് ജനങ്ങളുടെ കൽബിൽ ഒരു സ്വീകാര്യത ഇട്ടുകൊടുക്കലാണ്. ധാരാളം മാലിന്യങ്ങളെ കണ്ട ഒരു പ്രത്യേകമായൊരു സ്വഭാവം എന്താ ചോദിച്ചാല്, ആ നാവിൽ നിന്ന് മറ്റൊരു മനുഷ്യന്റെ ഗീബത്ത് പറയുന്നത്, അത് ഇനി എതിരാളികളാണെങ്കിലും ശത്രുക്കളാണെങ്കിലും വിദ്വേഷികളാണെങ്കിലും ഒരൊറ്റ വാക്കുകൊണ്ട് ഉസ്താദിന്റെ പ്രസ്ഥാനത്തിന്റെ എതിരാളികൾക്ക് നേതൃത്വം നൽകുന്ന ആളുകളെപ്പോലും നാവ് കൊണ്ട് കുറ്റം പറയാത്ത, ചീത്ത പറയാത്ത, ഗീബത്ത് പറയാത്ത മഹാനായ ജീവിച്ചു പോയൊരു മഹാനാണ് മഹാനായ ശൈഖുന ആലിക്കുട്ടി ഉസ്താദ്. ഇതൊക്കെ നമുക്ക് മാതൃകയാണ്. മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ബേജാറാവില്ല. അതുകൊണ്ട് മനുഷ്യന്മാരെ പറ്റി വിശുദ്ധമായ അള്ളാന്റെ റസൂല് പറഞ്ഞത്, 2 മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഒരു മയ്യത്തിനെ പറ്റി അള്ളാന്റെ റസൂല് പറഞ്ഞത് സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു എന്ന്. ഒരു മനുഷ്യനെ പറ്റി, അദ്ദേഹത്തിന്റെ ഇൽമിനെ പറ്റി റസൂലുള്ള മനസ്സിലാക്കിയിട്ടല്ല, അവിടുത്തെ ഇബാദത്ത് മനസ്സിലാക്കിയിട്ടല്ല. എന്തുകൊണ്ട് പറഞ്ഞു? അള്ളാന്റെ റസൂല് പറഞ്ഞ ആ മയ്യത്തിനെ കൊണ്ടുപോകുന്ന സമയത്ത് ആ മയ്യത്തിനെ സംബന്ധിച്ച് ഈ മുഅ്മിനീങ്ങളായ ഈ മനുഷ്യന്മാരായ ആളുകൾ നന്മകൾ പറയുന്നത് ഞാൻ കേട്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നന്മ മറ്റുള്ളവർ പറയാൻ കാരണക്കാരാവാൻ നമുക്ക് സാധ്യമാകണം. എന്നെപ്പറ്റി എൻ്റെ കുടുംബക്കാർ, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ അയൽവാസികൾ, എൻ്റെ നാട്ടുകാർ എന്താണ് എന്നെപ്പറ്റി നന്മ പറയാനുള്ളത്? ഞാൻ ഉണ്ടാക്കി വെച്ചതല്ല. നമുക്ക് പറയാനുണ്ടാവും, ഞാനൊക്കെ ഇഷ്ടംപോലെ നിസ്കരിച്ചിട്ട് ഞാൻ ജമാഅത്തിന് പള്ളിക്ക് എപ്പോഴും പോവാറുണ്ട്, ഖുർആൻ എത്രയോ ഖത്മുകൾ തീർക്കാനുണ്ട്. അതിനേക്കാൾ നാളെ ആഖിറത്തിൽ പടച്ച റബ്ബിന്റെ മുമ്പിൽ ആവശ്യമുള്ളത് ഇബാദത്തല്ല, മറ്റു മനുഷ്യരോടുള്ള ഹഖുകൾ. പുഞ്ചിരിക്കുന്ന വദനത്തോടു കൂടെ മറ്റുള്ളവനെ നോക്കാൻ, ആ ഒരു സദഖ നിർവഹിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ, മറ്റുള്ളവരോടുള്ള ഹഖുകൾ നിർവഹിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ, അതൊക്കെ വലിയ തിന്മയുടെ, നമ്മുടെ നന്മകൾ പോലും നശിപ്പിക്കപ്പെടാൻ കാരണമാകുന്ന പ്രവർത്തനങ്ങളാണ്. എത്രത്തോളം സ്വന്തം അഹ്ലികാരോട്, ഭാര്യയാവട്ടെ, ഭർത്താവട്ടെ, മാതാപിതാക്കളാവട്ടെ, അയൽവാസികളാവട്ടെ, അവരോടൊക്കെ നല്ല നിലയിൽ പെരുമാറാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇത്തിബാഅ് ചെയ്യാൻ നമുക്ക് സാധ്യമായി എന്ന് പറയാൻ പറ്റുള്ളൂ. അതാണ് ഖുർആൻ പറഞ്ഞത്, നബിയേ, നിങ്ങൾ മഹാമനുഷ്യരോട്, ആളുകളോട് പറയണേ, ഖുൽ, നബിയെ പറയണം, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണോ എങ്കിൽ, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്, നിങ്ങൾ എന്നെ പിന്തുടരണേ, എന്നാൽ നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടവരാകുമെന്ന് മുഹമ്മദ് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു തആല പറയാൻ, എന്നെ പിൻപറ്റിയാൽ നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടവരാകും. ആ പിൻപറ്റൽ എങ്ങനെയാണ്? ഈ മഹാന്മാർ നമുക്ക് കാണിച്ചു തന്ന മാർഗമാണ്. ആ മാർഗം ഇത്തിബാഅ് ചെയ്യലാണ്. അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. ഖുർആനിൽ അല്ലാഹു പറഞ്ഞല്ലോ, ലഖദ് ജാഅക്കും റസൂലുൻ, നിങ്ങൾക്കിതാ ഒരു റസൂൽ വന്നിരിക്കുന്നു. റസൂലുൻ അലൈഹി മാ അനിത്തും
ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അല്ലാഹു തആല ആ റസൂലിനെ പരിചയപ്പെടുത്തുന്ന പ്രയോഗങ്ങൾ നോക്ക്. അസീസുൻ അലൈ മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നിങ്ങളുടെ കാര്യത്തിന് വല്ലാത്ത അത്യാഗ്രഹമാണ് ആ നബിക്ക്. നിങ്ങൾ വലിയ പ്രയാസത്തിലാവാ, വിഷമത്തിലാവാ, നിങ്ങൾ നരകക്കാരാവാ, നരകത്ത് കിടക്കുക, ഇതൊന്നും ആ പ്രവാചകന് സഹിക്കാൻ കഴിയൂല. ആ പ്രവാചകൻ അത്രയും മനസ്സുള്ള, നിങ്ങളോട് കൃപയുള്ള മനുഷ്യനാണ്. ബിൽ മുഅ്മിനീന റഊഫുൻ റഹീം. വിശ്വാസികളോട് വല്ലാത്ത കൃപയും കാരുണ്യവുമാണ് ആ നബിക്ക്, ആ റസൂലിന് ഉള്ളത് എന്ന് റസൂലുള്ളാഹിനെ പറ്റി അല്ലാഹു തആല ഖുർആനിൽ അടിവരയിട്ട് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ആ പ്രവാചകന്റെ പേരിൽ ശുദ്ധമായ റബീഉൽ അവ്വൽ മാസം കടന്നു വരുമ്പോ ആ പ്രവാചകരെ പ്രകീർത്തിച്ചുകൊണ്ട് നമ്മൾ പാട്ട് പാടുന്നു, പ്രസംഗിക്കുന്നു, ബൈത്തുകൾ ചൊല്ലുന്നു, മൗലിദ് ഓതുന്നു. എന്താ യഥാർത്ഥത്തിൽ ഇതൊക്കെ ഉള്ളത്? ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനാഖിബുകൾ ഇങ്ങനെ അറബിയിൽ പറയാം. ഇതൊരു പുണ്യമുള്ള ഇബാദത്താണ്. അതുകൊണ്ടാണ് മഹാന്മാർ ഇതൊക്കെ നമുക്ക് നൽകിയത്. നമ്മളൊക്കെ പൊന്നാനിക്കാരല്ലേ, അടുത്ത് ജീവിച്ച ആളുകളല്ലേ. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളൊക്കെ അനന്തരക്കാരായി പിന്തുടർച്ചക്കാരായി ജീവിക്കുന്ന അയൽവാസികളല്ലേ നമ്മളൊക്കെ. ആ മഹാന്മാരുണ്ടാക്കിയ ഓരോ വരികളും, ആ മഹാന്മാർ നമ്മുടെ മുമ്പിൽ പുണ്യകർമ്മമായി നൽകിയിട്ടുള്ള ഈ അമലുകൾ, അതിലൂടെ നമ്മൾ പറയുന്നുണ്ടല്ലോ, അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. നബിയേ, അങ്ങ് ഞങ്ങളുടെ ഉമ്മയാണോ, ഞങ്ങളുടെ വാപ്പയാണോ? മാ റഅയ്നാ ഫീഹിമാ, ആ വാപ്പയിൽ ഞങ്ങൾക്ക് കാണാൻ കഴിയാത്തത്, ആ വാപ്പയിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടാത്ത സ്നേഹം അങ്ങയിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ടല്ലോ. നമ്മൾ പറയാണ്, നബിയെ ഞങ്ങളെ വാപ്പയാണോ അങ്ങ്, ഞങ്ങളെ ഉമ്മയാണോ അങ്ങ്? മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. മഹാനായ ഇബ്നു ഖാദി റളിയല്ലാഹു അൻഹു എന്താ ഈ പദവിയിലെത്തിയത്? അവരെന്താണ് പ്രവാചക മഹബത്തിന്റെ പ്രത്യേകമായി മഹാന്മാർ ചെയ്തിട്ടുള്ളത്? എന്താണ്? ജീവിതകാലത്ത് മഹാന്മാരായ സ്വഹാബത്തിനെ പോലെ കൂടെ നടന്ന് ജീവിക്കാൻ, സ്നേഹിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ മഹാനായ ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു, ലോകത്തറിയപ്പെട്ട മഹാനായ കവി, ആ കവിത മുഴുവൻ, ആ കഴിവ് മുഴുവൻ ഉപയോഗിച്ചത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹത്വപ്പെടുത്താനാണ്. അവിടുത്തെ ഹബീബായ റസൂലുള്ളാഹിനോടുള്ള മഹബത്ത് കാരണത്താൽ നാവിലൂടെ എപ്പോഴും റസൂലുള്ളാഹിന്റെ മഹദൂഹുകൾ ഇങ്ങനെ വരും, വരികളായി വരികളായി. നമ്മൾ മൗലിദിന്റെ കിതാബിൽ ഉമർ ഖാദിന്റെ ബൈത്തുകൾ കാണാം. ഒരിക്കൽ മഹാനായ ഉമർ ഖാദി റസൂലുള്ളാഹിനെ സന്ദർശിക്കാൻ വേണ്ടി ഖബറ റൗള ശരീഫിലേക്ക്, ഹുജ്റത്തു ശരീഫിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുമ്പോ സൗദിയിലെ പട്ടാളക്കാർ മഹാന്മാരായ ആളുകളെ, അവിടെ വരുന്ന സിയാറത്തിന് വരുന്ന പലരെയും തടഞ്ഞു വെക്കുന്ന സന്ദർഭം. ഉമർ ഖാദി പാട്ടും പാടിയിട്ട് ബോധമില്ലാണ്ട് ഇങ്ങനെ പോവാണ്. ആ സമയത്താണ് റിഫായി തങ്ങളുടെ ചരിത്രം നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ തങ്ങളിങ്ങനെ പാട്ടും പാടിയിട്ട് റൗള ശരീഫിന്റെ മുമ്പിലേക്ക് ഇങ്ങനെ കടന്നു ചെല്ലുമ്പോ, ആ റൗള ശരീഫിന്റെ വാതിലിന്റെ മുമ്പിലുള്ള പട്ടാളക്കാർ മഹാനവർകളെ തടഞ്ഞു നിർത്തുന്നു. ആ പട്ടാളക്കാരൊക്കെ കയ്യും തട്ടി മാറ്റിയിട്ട് റൗള ശരീഫിന്റെ വാതിലിന്റെ മുമ്പിൽ എത്തുമ്പോ, അള്ളാഹുവിന്റെ മഹാന്മാരായ ആളുകൾക്ക് പടച്ച റബ്ബ് കറാമത്ത് കാണിച്ചു കൊടുക്കാറുള്ളത് പോലെ പൂട്ടപ്പെട്ട റൗള ശരീഫിന്റെ ഹുജ്റത്തു ശരീഫയുടെ വാതിലതാ തുറക്കപ്പെടുന്നു. മഹാനായ ഉമർ ഖാദി തങ്ങൾ ആ റസൂലുള്ളാഹിന്റെ റൗള ശരീഫിന്റെ അകത്തേക്ക് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് സലാം കൊണ്ട് പറഞ്ഞപ്പോ ഖബറിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ഒന്നാമത്തെ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ റൗള ശരീഫിന്റെ മുന്നിലേക്ക്, ഹുജ്റത്തു ശരീഫിന്റെ ഉള്ളിലേക്ക് കടന്നു കൊണ്ടുവന്നപ്പോ സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയേ, അങ്ങയുടെ ഹബീബിനെ ഇതാ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന അങ്ങയുടെ ചാരത്തേക്ക് അങ്ങ് സമ്മതം തന്നാൽ ഈ മഹാന്റെ ജനാസ ഞങ്ങൾ ആ ഉള്ളിലേക്ക് കൊണ്ടുവരട്ടെയോ എന്ന് ഹബീബായ റസൂലുള്ളാഹിനോട് സഹാബത്ത് വഫാത്തായ റസൂലുള്ളാഹിനോട് ചോദിക്കുന്ന കാര്യം മഹാന്മാരായ പണ്ഡിതന്മാർ കിതാബിൽ, ഹദീസിന്റെ കിതാബിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പറയാൻ, നബിയേ,
അങ്ങനെ ഹബീബിദ വന്നിരിക്കുന്നു, ഞങ്ങൾ അങ്ങോട്ട് ചേർത്ത് വെക്കട്ടെയോ എന്ന് ചോദിച്ചപ്പോൾ റൗള ശരീഫിന്റെ ഹുജ്റത്ത് ശരീഫിന്റെ ഖബറിന്റെ ഉള്ളിൽ നിന്ന് മറുപടി ലഭിച്ചില്ലേ? എന്നതുപോലെ മഹാന്മാരായ ആളുകൾ സലാം പറഞ്ഞാൽ ഹബീബായ റസൂലുള്ളാഹി സലാം അടക്കും മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല എല്ലാ മുഅ്മിനീങ്ങളുടെയും സലാം അടക്കാൻ അല്ലാഹു തആല റൂഹി എന്റെ റൂഹിനെ എന്നിലേക്ക് മടക്കപ്പെടുമെന്ന് ശഫീഉൽ വറാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കളവല്ല, റസൂലുള്ളാഹി പറഞ്ഞ വാക്കാണ്. മാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ട് തന്നെ ഖബറിൽ ഒരു നിമിഷവും നമ്മൾ കിടക്കുമ്പോൾ മരിച്ചു കിടക്കാൻ ഒരു സമയമില്ല. കാരണം ഒരു നിമിഷത്തിൽ, ഒരു സെക്കൻഡിൽ ലക്ഷോപലക്ഷം ആളുകളുടെ സലാം നിസ്കാരത്തിലൂടെ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, ഏ നബിയായവരേ അങ്ങയുടെ മേൽ സലാം എന്ന് മുഅ്മിനീങ്ങൾ അത്തഹിയ്യാത്ത് ചൊല്ലുമ്പോൾ നിർബന്ധമായി ചെയ്യേണ്ട ആ സലാം റസൂലുള്ളാഹിന്റെ മേലിൽ പറയാത്ത ഒരു മുഅ്മിൻ ലോകത്ത് ജീവിക്കുന്നില്ല. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന ബാങ്കിന്റെ വിളിയാളം അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ഉച്ചരിക്കാത്ത ഒരു സെക്കൻഡ് ലോകത്ത് കഴിഞ്ഞു പോകുന്നില്ല. ഒരു സെക്കൻഡ് അസ്തമിക്കുന്നുവോ അന്ന് ലോകത്തിന് അവസാനമാണ്, ഈ ലോകത്തിന് അവസാനമാണ്. ആ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന വാക്ക് എന്ന് അസ്തമിക്കുന്നുവോ, ഏത് സെക്കൻഡിൽ ലോകത്തിൽ നിന്ന് ഇല്ലാതെയാകുന്നുവോ അന്ന് ലോകം അവസാനിക്കുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രവാചകന്റെ പ്രകീർത്തനങ്ങളെ സ്മരിച്ചുകൊണ്ടാണ് അല്ലാഹ് പറഞ്ഞത് അലം നശ്റഹ് ലക സദ്റക വറഫഅനാ അൻക വിസ്റക അല്ലദീ അൻഖള ളഹറക അലം നശ്റഹ് ലക സദ്റക വറഫഅനാ ലക ദിക്റക. അങ്ങയുടെ ഓർമ്മകൾ, അങ്ങയുടെ സ്മരണകൾ, അങ്ങയുടെ ഓർമ്മകൾ, അങ്ങയുടെ ദിക്റുകൾ അതിങ്ങനെ പടച്ച റബ്ബ് അതിങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കും. വറഫഅന, നമ്മൾ ഉയർത്തി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഖുർആനിൽ പറഞ്ഞത്. ആ ദിക്റാണ് ലോകത്ത് ഓരോ മുഅ്മിനും നിർബന്ധമായും അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്താണ്, ചില ആളുകളൊക്കെ ചോദിക്കും, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു പ്രവാചകനായി നിയോഗിച്ച് ദൗത്യം 23 കൊല്ലം ചെയ്തിട്ട് മരണപ്പെട്ടു പോയിട്ടുണ്ട്. ആ പ്രവാചകന്റെ ഇത്തിബാ സുന്നത്തുകൾ പറഞ്ഞെന്ന കാര്യങ്ങൾ ചെയ്യലാണ് ഒരു മുഅ്മിനിന്റെ ബാധ്യത. അതാണ് ഒരു മുസ്ലിം ചെയ്യേണ്ടത്. അത് മാത്രമാണ് പ്രവാചകരുടെ ഇത്തിബാ എന്ന് പറയുന്ന ആളുകളുടെ മുമ്പിൽ നമുക്ക് പറയാനുള്ളത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്തെന്ന പോലെ വഫാത്തിന് ശേഷവും നാളെ സ്വർഗ്ഗം ലഭിക്കണമെങ്കിൽ, അല്ലാഹുവിന്റെ തൃപ്തി കിട്ടണമെങ്കിൽ ആ പ്രവാചകനെ ഇഷ്ടപ്പെടാൻ നമുക്ക് സാധിക്കണം. അല്ലാഹ് ഇഷ്ടപ്പെട്ടവരോട് മഹബ്ബത്ത് നമ്മുടെ ഖൽബിൽ ഉണ്ടാകണം. അതുണ്ടാകുന്നവർക്ക് മാത്രമേ ആ പ്രവാചകനെ ഇത്തിബാ യഥാവിധി ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇത്തിബാ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അല്ലാണ്ട് ഒരാളിങ്ങനെ ഉസ്താദുമാര് പറഞ്ഞെടുത്ത് വാപ്പ പറഞ്ഞു നിസ്കരിച്ചിടാ പോയി നിസ്കരിക്കുക, എന്ത് നിസ്കാരം? സുന്നത്ത് നിസ്കരിക്കണം, നിസ്കരിക്കും പറയുമ്പോൾ എന്ത് സ്നേഹമാണ്? ഇതല്ല സ്നേഹം. ആ സ്നേഹവും ഇബാദത്തും കർമ്മങ്ങളൊക്കെ ഒരാളിൽ നിന്ന് ഉണ്ടാവണമെങ്കിൽ, ഒരാൾ നിർബന്ധിച്ചുണ്ടാക്കിയാൽ ഉണ്ടാകുന്ന ആ ഒരു ഫലം ഒരിക്കലും അവന്റെ സ്നേഹം കൊണ്ടുണ്ടാകുന്ന പ്രവർത്തനങ്ങളെ കൊണ്ടുണ്ടാകും പോലെയാകൂല. ആവണമെങ്കിൽ സ്നേഹാദ്യം ഉണ്ടാവണം. മഹബത്തില്ലാത്ത എന്ത് സ്നേഹം, എന്ത് കമല, എന്ത് കർമ്മമാണ്. അതുകൊണ്ടാണ് നമ്മൾ മക്കളെ പഠിപ്പിക്കുന്നത് ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവൽദിഹി വന്നാസി അജ്മഈൻ. എല്ലാത്തിനേക്കാളും മഹബത്ത്, എല്ലാ വസ്തുക്കളെക്കാളും സ്നേഹം ഖൽബിലുണ്ടാവണം. അതല്ലേ മഹാന്മാരായ ആളുകൾ പ്രാർത്ഥിച്ചത്. ദാവൂദ് അലൈഹിസ്സലാമിന്റെ ദുആ എങ്ങനെയാണ്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക. നബിയേ അല്ലാഹുവേ, ദാവൂദ് നബി ആർക്കൽ എങ്ങനെയാണെന്ന് അറിയാം? ഖുർആൻ പറയുന്നുണ്ട്, മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക, നബിയേ അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഹുബ്ബക അങ്ങയോട് സ്നേഹത്തിനെ ചോദിക്കുന്നു, വഹുബ്ബ മൻ യുഹിബ്ബുക അങ്ങ് ഇഷ്ടപ്പെടുന്നവരോടുള്ള സ്നേഹത്തെയും ഞാൻ ചോദിക്കുന്നു. അതാണ്ടാവേണ്ടത്. അള്ളാഹിനോട് സ്നേഹം മാത്രം പോരാ, അള്ളാഹിന്റെ സ്നേഹം മാത്രം പോരാ, അള്ളാഹ് ഇഷ്ടപ്പെടുന്നവരോട് നമുക്ക് മഹബത്ത് ഉണ്ടാവണം, ഖൽബിൽ സ്നേഹം ഉണ്ടാവണം. അതാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. ദാവൂദ് അലൈഹിസ്സലാമിന്റെ ദുആ നമ്മെ പഠിപ്പിക്കുന്നത്. ധാരാളം പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ നമുക്ക് പരിശോധിച്ചാൽ അത് കാണാം. വഹുബ്ബ മൻ യുഹിബ്ബുക വഹുബ്ബ കുല്ല അമലിൻ യുഖദ്ദിബുനാ ഇലാ ഹുബ്ബിക. നിന്റെ ഹുബ്ബിലേക്ക് എന്നെ എത്തിക്കുന്ന, അടുപ്പിക്കുന്ന ആ സ്നേഹമുണ്ടല്ലോ, ആ മഹബത്തുണ്ടല്ലോ, അത്
അതിനാവശ്യമായ അമലുകളുണ്ടല്ലോ, അതാണ് എന്നോട് ചോദിക്കുന്നത് എന്ന് മഹാനായ ദാവൂദ് അലൈഹിസ്സലാം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നതായി വിശുദ്ധമായ ദീൻ നമ്മെ പഠിപ്പിക്കുകയാണ്, മഹാന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് മഹബ്ബത്താണ്. അതല്ലേ മനുഷ്യൻ മുതൽ ചോദിച്ചത് നബിയെ എന്നാണ് അന്ത്യനാൾ. അപ്പൊ അള്ളാന്റെ റസൂൽ ചോദിച്ചു എന്താ ഇതിനു വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത്? അപ്പൊ പറഞ്ഞ മറുപടി നബിയെ ലാ സ്വലാത്ത, എനിക്ക് നിസ്കാരമൊന്നും കൂടുതലില്ല, സ്വതക്കയില്ല, ധാരാളം സക്കാത്ത് കൊടുത്തവനല്ല, ധാരാളം ദിക്റുകളോ സൽക്കർമ്മങ്ങളോ ചെയ്തവനല്ല ഞാൻ. പിന്നെന്താ എൻ്റെ അടുത്തുള്ളത്? അന്ത്യനാളിന് വേണ്ടി നീ എന്താ ഒരുങ്ങിയിട്ടുള്ളത്? അള്ളാന്റെ റസൂലിന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞത് നബിയെ ഹുബ്ബുക, അങ്ങയോടും അള്ളാഹുവിനോടുമുള്ള ഒരു ഹുബ്ബ്, ഒരു സ്നേഹം എനിക്കുണ്ട്. അപ്പൊ പറയേണ്ടത് ആ സ്നേഹം എന്ത് സ്നേഹാണോ? അങ്ങക്ക് എന്നോട് ഹുബ്ബ് ഉണ്ടെങ്കിൽ സ്വതക്ക കുറെ കൊടുക്കണ്ടേ? എന്റെ സുന്നത്തുകളായ നിസ്കാരങ്ങളൊന്നും തോന്നില്ലാണ്ട് എന്ത് ഹുബ്ബ എന്ന് ഹബീബായ റസൂലുള്ളാഹി ചോദിച്ചില്ല. ഒന്നും ചോദിച്ചില്ല. അയാൾ പറഞ്ഞാൽ അങ്ങനെ ഞാൻ സ്നേഹം വിചാരിച്ചിട്ട് കുറെ അമലൊന്നും ചെയ്തിട്ട് ഞാൻ അങ്ങേക്ക് അടുപ്പിക്കാൻ എനിക്ക് ഒന്നിന്റെ കയ്യിലൊന്നുമില്ല. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞത് അന്ത മഅമൻ അഹ്ബബ്ത ഖാല റസൂലുള്ളാഹി, നീ ആരെയാണ് സ്നേഹിച്ചത് അവന്റെ കൂടെയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. സമയം കുറവായതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ ഹബീബിനെ സ്മരിക്കുന്ന ഓർക്കുന്ന റബീഉൽ അവ്വൽ 1 മുതൽ നമ്മുടെ പള്ളികളില്, നമ്മുടെ മദ്രസകളില്, നമ്മുടെ വീടുകളില്, നമ്മുടെ എല്ലാ വേദികളിലും ആ ഹബീബിന്റെ പേരിൽ ഒരു ഫാത്തിഹ ഓതാത്ത, ഒരു മൗലിദിന്റെ, ഒരു ഹദീസ് ഓതാത്ത ഒരു മജ്ലിസ് റബീഉൽ അവ്വലിൽ ഉണ്ടാകൂല. കാരണം അതിലൂടെയെങ്കിലും ആ മഹബ്ബത്തിന് ആവശ്യമായ കുറച്ച് സ്വലാത്ത് ചൊല്ലാൻ, അവിടുത്തെ ഓർക്കാൻ, അവിടുത്തെ മനാഖിബിൽ പറയുന്ന സദസ്സിലൊന്ന് ഇരിക്കാൻ നമുക്കൊരു 10 മിനിറ്റ് സമയം കിട്ടിയാൽ ആ പ്രവാചകരുടെ ഹുബ്ബ്, അതിനാവശ്യമായ കുറച്ച് അമലുകൾ അതെങ്കിലും നമുക്ക് ചെയ്യിപ്പിക്കുന്നതല്ല. മജ്ലിസുകൾ സംഘടിപ്പിക്കപ്പെടുമ്പോൾ അതിലേക്ക് നമ്മൾ സംഭാവന കൊടുക്കുന്നു, ചീഞ്ഞു കൊടുക്കുന്നു, സന്തോഷം പങ്കിടുന്നു. പ്രവാചകന്റെ പേരിലുള്ള റബീഉൽ അവ്വൽ 12-ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന, മദ്രസകളിൽ നടക്കുന്ന പ്രോഗ്രാമുകൾക്ക്, നേർച്ചകൾക്കൊക്കെ സംഭാവനകൾ കൊടുക്കുന്നതൊക്കെ ആ ഹബീബിനുള്ള ഹുബ്ബിന് വേണ്ടിയാണ്. ആ മനസ്സോട് കൂടെ നൽകണം. അതാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയോടുള്ള അത്ര ഇഷ്ടം റസൂലുള്ളാഹിക്ക് മറ്റാളുകളോടൊന്നും ഉണ്ടായിരുന്നില്ല. ആ പ്രവാചകൻ ആ സ്നേഹത്തിന്റെ മരുന്നായി, ആ സ്നേഹത്തിന്റെ പ്രകടനമായി അള്ളാഹുവിന്റെ റസൂൽ ചെയ്തിരുന്ന പ്രവർത്തനം എന്താ? കൊല്ലം ഖദീജ ബീവി ആണ്ടിന്റെ ദിവസം വന്നാൽ അവിടെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരികൾക്കും നാട്ടുകാർക്കും അയൽവാസികൾക്കും നല്ല ഇറച്ചി വിതരണം ചെയ്യും. സഹിഹായ ഹദീസ് നമുക്ക് കാണാം. ഖദീജ ബീവിക്ക് വേണ്ടി എല്ലാ കൊല്ലവും. അതാണ് പ്രവാചകന്റെ പേരിൽ നേർച്ച നടക്കുന്നത്, പോത്തിനറുക്കുന്നത്, ഭക്ഷണം കൊടുക്കുന്നത്. അത് മഹബ്ബത്തിന്റെ അടയാളമാണ്. അള്ളാഹു നമ്മുടെ അമലുകളൊക്കെ കബൂലാക്കട്ടെ. അള്ളാഹുവേ, നാളെ ആഖിറത്തിൽ ഉപകാരപ്പെടുന്ന ധാരാളം സൽക്കർമ്മങ്ങൾ ഈ പ്രവാചക പ്രഭു അവിടുത്തെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസത്തിൽ ഞങ്ങൾ നിർവഹിക്കുമ്പോൾ അള്ളാഹുവേ, ആ നിലക്ക് അവിടുത്തെ മഹബ്ബത്ത് ഞങ്ങളുടെ കൽബിൽ നിറക്കാനുള്ള അമലായി നീ സ്വീകരിക്കണം റഹ്മാനെ. അതിന് ഫലമായി പകരമായി അള്ളാഹുവേ, ഞങ്ങളുടെ ഈമാൻ നീ സലാമത്താക്കണം റഹ്മാനെ. ഞങ്ങളുടെ കൽബിൽ നീ ഈമാൻ നിറക്കണം അല്ലാഹ്. ജന്നാത്തുൽ ഫിർദൗസിൽ അവിടുത്തെ കൂടെ ഞങ്ങളെയും ഞങ്ങളുടെ അഹ്ലുകാരും മാതാപിതാക്കളെയൊക്കെ നീ ഒരുമിച്ച് കൂട്ടി തന്നെ റഹ്മാനെ. ഞങ്ങൾ ഉസ്താദുമാരെ നീ ഒരുമിച്ച് കൂട്ടി തന്നെ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും.